ഈ കേൾക്കുന്നത് കേരളത്തിലെ രണ്ട് പ്രമുഖ ഹൈന്ദവ സമുദായ നേതാക്കന്മാർക്ക് നേരെയുള്ള മുസ്ലിം ലീഗിന്റെ പോർവിളിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ നിയോഗിച്ചതറിഞ്ഞുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് ഈ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മതേതരവാദിയും നിഷ്പക്ഷനുമെന്ന് അവകാശപ്പെടുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെയും മതേതരൻ എന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും കമ്മ്യൂണിസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മതേതരത്വം കാത്തുസൂക്ഷിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വെള്ളാപ്പള്ളിക്കുമെതിരെയാണ് മുസ്ലിം ലീഗ് ഈ പോർവിളി നടത്തുന്നത്. ഇനി മുതൽ കേരളത്തിൽ നിയമം നിർമ്മിക്കുന്നത് മുസ്ലിം ലീഗാണെന്നും കേരളമൊട്ടാകെ തങ്ങൾ ഭരിക്കുമെന്നുമൊക്കെയാണ് ഈ പ്രകടനത്തിലൂടെ അവർ വിളിച്ചു പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്രീമാൻ വി.ഡി. സതീശനാണ് എന്നാണ് നമ്മുടെ അറിവ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെങ്ങനെയാണ് മുസ്ലിം ലീഗ് കേരളം ഭരിക്കും എന്ന് പറയുന്നത്? വി.ഡി. സതീശനിലൂടെ തങ്ങൾ കേരളം ഭരിക്കുമെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അതെന്തായാലും വഴിയെ കാണാൻ പോകുന്ന കാര്യമാണ്. അതിനാൽ അത് നമുക്കിപ്പോൾ പറയേണ്ട കാര്യമല്ല. നമുക്ക് ഈ മതേതര നേതാക്കന്മാരിലേക്ക് വരാം. കേരളത്തിന്റെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് ഹിന്ദു ഐക്യം അനിവാര്യമാണെന്ന സത്യം പലരും പലതവണ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം അതിനെ തുരങ്കം വെച്ചതിൽ പ്രമുഖനായിരുന്നു NSSന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ. നായർ സർവീസ് സൊസൈറ്റി എന്ന NSS രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പോലും അറിയാത്ത ഈ പടുവിഡ്ഢിയെ സംഘടനയുടെ നേതാവാക്കിയത് നായർ സമുദായത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന കാര്യം അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകും. BJPയുടെ നേതാക്കന്മാരെ മാത്രമല്ല, BJPയോട് അടുപ്പം പുലർത്തുന്ന ആളുകളെപ്പോലും NSSന്റെ ആസ്ഥാനമായ പെരുന്നയിൽ കയറ്റുവാൻ അനുവദിക്കാതെ മതേതരത്വം കാത്തുസൂക്ഷിക്കുവാൻ അരയും തലയും മുറുക്കിയ മഹാനാണ് ഈ സുകുമാരൻ. ഇയാളെക്കൊണ്ട് നായർ സമുദായത്തിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സമുദായ അംഗങ്ങളുടെ എല്ലാം ഉത്തരം യാതൊരു പ്രയോജനവുമില്ല എന്നതായിരിക്കും. പിന്നെ ആർക്കാണ് ഗുണം കിട്ടിയത് എന്ന ചോദ്യത്തിന് അയാളുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ഗുണം കിട്ടിയത് എന്നാണ് ഉത്തരം. ബുദ്ധി പോലും നശിച്ച ഈ പടുവിഡ്ഢിയെ പെരുന്നയിൽ നിന്ന് പടിയിറക്കാതെ നായർ സമൂഹം രക്ഷപ്പെടില്ല എന്ന് സമുദായ അംഗങ്ങൾ ഓർത്താൽ നന്ന്. കേരളത്തിലെ മറ്റൊരു നവോത്ഥാന നായകനാണ് SNDPയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന സംഘടന അനർഹമായ പല ആനുകൂല്യങ്ങളും നേടുന്നുണ്ടെന്നും അതിൻ്റെ പിന്നിൽ ദുഷ്ടലാക്കുണ്ടെന്നും ആവർത്തിച്ചു പറയുമെങ്കിലും അത് പരിഹരിക്കാനുള്ള മാർഗം കമ്മ്യൂണിസത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ മഹാന്റെ പ്രത്യയശാസ്ത്രം. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നറിയാമായിരുന്നിട്ടും തികച്ചും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ശ്രീനാരായണീയ സമൂഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആട്ടിത്തെളിച്ചതും സമുദായത്തിന്റെ വില കളഞ്ഞതും വെള്ളാപ്പള്ളി നടേശൻ എന്ന ഈ മഹാനാണ്. അതിനാൽ തന്നെ ഇവന്മാർക്ക് മുസ്ലിം ലീഗുകാരിൽ നിന്നും കണക്കിന് കിട്ടിയത് എന്തായാലും നന്നായി എന്നേ പറയുവാൻ സാധിക്കൂ. അതെന്തു തന്നെയായാലും കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം ശരിയായി നിലനിൽക്കണമെങ്കിൽ മത തീവ്രവാദികളെയും മതരാജ്യവാദികളെയും ഈ നാട്ടിൽ നിന്നും പുറത്താക്കേണ്ടതുണ്ട്. അതിന് ഹിന്ദു ഐക്യം അനിവാര്യമാണ് എന്ന കാര്യം ഈ വിഡ്ഢികൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ സുകുമാരൻ നായരുടെ പെരുന്നയിലും വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലും മുസ്ലിം തീവ്രവാദികൾ കയറി നിരങ്ങുന്ന കാലം വിദൂരമല്ല. കടൽ കിഴവന്മാരായ ഇവന്മാർക്ക് ഹിന്ദു ഐക്യം സൃഷ്ടിക്കുവാനുള്ള ശേഷിയില്ലെങ്കിൽ ഇവന്മാരെ പുറത്താക്കി യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ ആ സമുദായാംഗങ്ങൾ ശ്രദ്ധിച്ചാൽ കേരളം രക്ഷപ്പെടും, ഹിന്ദു സമുദായവും. അതല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കൊലവിളിക്ക് മുന്നിൽ ഭയന്നും
ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിയും ഇനിയുള്ള കാലം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് കഴിച്ചുകൂട്ടേണ്ടി വരും. അത് വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടത്തെ ആത്മാഭിമാനമുള്ള ഹിന്ദുക്കളാണ്. മുസ്ലിം ലീഗിന്റെ തനി നിറമാണ് അവരുടെ ഇത്തരം കൊലവിളികളിലൂടെ പുറത്തു വരുന്നത്. നേരത്തെ വിളിച്ച മുദ്രാവാക്യം അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കും എന്നായിരുന്നു. 21-ൽ ഊരിയ വാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നും അത് രാവി മിനുക്കിയെടുക്കും എന്നുമൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും നമ്മൾ കേട്ടതാണ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ അണികളോട് കേരളത്തിലെ ഹൈന്ദവർക്ക് പറയുവാനുള്ളത് മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ്. മാപ്പിള കലാപത്തിലൂടെ മലബാറിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ 1921-ലെ കാലമല്ല ഇത്. അന്നത്തെ അസംഘടിതരായ ഹിന്ദുവുമല്ല ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിലും മലരും കുന്തിരിക്കവും വാങ്ങി വയ്ക്കണമെന്ന കൊലവിളി മുദ്രാവാക്യം വിളിച്ചവനും അതെഴുതി കൊടുത്തവനും വിളിപ്പിച്ചവനുമെല്ലാം ഇന്ന് തീഹാർ ജയിലിൽ ഉണ്ട തിന്നുന്ന കാലമാണ്. മുസ്ലിം ലീഗുകാരൻ അതോർത്താൽ നല്ലത്.